മക്കളെ +1 ബോട്ടണിയിലെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് നീറ്റ് 2024 ചോദിക്കാൻ ചാൻസ് ഉള്ള 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബയോമോളിക്യൂൾ ഈസ് കോമൺ ടു റെസ്പിറേഷൻ മീഡിയേറ്റഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ? ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ ഇത് മൂന്നും എന്താണ്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആണ്. ഓർമ്മയുണ്ടല്ലോ എന്താണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്? The substances which are oxidized during respiration is known as respiratory substrate. So, carbohydrate, fat and protein are respiratory substrate. So, the question ചോദിച്ചിരിക്കുന്നത് എന്താണ്? Like, ഈ ഒരു മൂന്ന് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റുകളും കോമൺ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഈ മൂന്ന് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് സിട്രിക് ആസിഡ് സൈക്കിളിൽ വെച്ചിട്ടല്ലേ അല്ലേ? അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഏത് ഫോമിലാണ് സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യുന്നത്? അസറ്റൈൽ കോഎൻസൈം എ. ഫാറ്റ് ഏത് ഫോമിലാണ് എൻ്റർ ചെയ്യുന്നത്? അസറ്റൈൽ കോഎൻസൈം എ. പ്രോട്ടീൻ ഏത് ഫോമിലാണ് എൻ്റർ ചെയ്യുന്നത്? അസറ്റൈൽ കോഎൻസൈം എ അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ഡി. നെക്സ്റ്റ് വൺ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ഇസ്. ആക്ച്വലി എന്താണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ? നമ്മുടെ എനർജി റിച്ച് കോമ്പൗണ്ട്സ് ലൈക്ക് NADH2, FADH2 പോലുള്ള സബ്സ്റ്റൻസുകൾ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യും? ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ വൺ കോംപ്ലക്സ് ടു അനദർ മൂവ് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചിട്ട് എന്ത് സിന്തസൈസ് ചെയ്യും? ATP സിന്തസൈസ് ചെയ്യും. ദാറ്റ് ഇസ് സിംപ്ലി ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. സോ ഇവിടെ നോക്കിക്കേ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരിക? ഡി അല്ലേ നോക്ക്. ഫോർമേഷൻ ഓഫ് ATP by energy released from electrons removed during substrate oxidation. Next question, cytochrome are found in. നമുക്കറിയാം സൈറ്റോക്രോംസ് കാണുന്ന എവിടെയാണ്? മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് എന്ത് കാണുക? സൈറ്റോക്രോംസ് കാണുക. ഡൗട്ട് ഇല്ലല്ലോ. സോ ഇവിടെ ഇന്നർ മെംബ്രെയിൻ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയാണുള്ളത്? ക്രിസ്റ്റ ഓഫ് മൈറ്റോകോൺട്രിയ, ലൈസോസോം, മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയ, ഔട്ടർ വാൾ ഓഫ് മൈറ്റോകോൺട്രിയ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യും? നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. സോ സൈറ്റോക്രോംസ് എവിടെയാണ് കാണുന്നത്? ഓപ്ഷൻ വിൽ ബി ക്രിസ്റ്റ ഓഫ് മൈറ്റോകോൺട്രിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, aerobic respiratory pathway is appropriately termed as. Aerobic respiratory pathway. Actually, aerobic respiratory pathway is an amphibolic pathway. അല്ലേ? Aerobic respiratory pathway is an amphibolic pathway അല്ലെങ്കിൽ amphibolic process. നമുക്ക് ഓപ്ഷനിൽ നോക്കാം amphibolic process കൊടുത്തിട്ടുണ്ടോ എന്ന്. Is it a parabolic process? No. Is it an amphibolic process? So the option is B. Next one, during which stage in the complete oxidation of glucose are the greatest number of ATP molecule formed from ADP? So നമ്മുടെ 1 molecule of glucose ഓക്സിഡൈസ് ചെയ്യാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ATP ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. ATP എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്? ADP നിന്ന്. ഓക്കെ. സോ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഗ്ലൈക്കോലൈസിസ്, Krebs cycle, then conversion of pyruvic acid to acetyl coenzyme A. Conversion of pyruvic acid to acetyl coenzyme A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്. ദെൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? ഈ 4 ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്നല്ലേ നോക്കുന്നത്. ഓക്കെ. അങ്ങനെ വരുമ്പം ഗ്ലൈക്കോളിസിസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നെറ്റ് ഡയറക്റ്റ് ATP എത്രയാണ് വരുന്നത്? 2 മോളിക്യൂളാണ്. ക്രെബ്സ് സൈക്കിളിലോ നമ്മുടെ GTP ആവുന്ന ഒരു കപ്ലിംഗ് റിയാക്ഷൻ ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ADP എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. അവിടെയും എത്ര ATP മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ? 2 ATP. നമ്മൾ ക്രെബ്സ് സൈക്കിളിൽ പഠിച്ചിട്ടുണ്ട്. സബ്സ്ട്രേറ്റ് ലെവൽ ഓഫ് ഫോസ്ഫോറൈലേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ എത്ര ATP മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ? 2 ATP മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. NADH2 FADH2 പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതല്ല ചോദിച്ചത്. ഡയറക്റ്റ് ATP ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ATP ആയിട്ട് മാറുന്നത് ഏത് സ്റ്റെപ്പ് എന്നാണ് അല്ലെങ്കിൽ ഏത് പ്രോസസ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗ്ലൈക്കോളിസിസ് അല്ല, ക്രെബ്സ് സൈക്കിൾ അല്ല. കൺവേർഷൻ ഓഫ് പൈറുവിക് ആസിഡ് ടു അസറ്റൈൽ കോഎൻസൈം എ. കൺവേർഷൻ ഓഫ് പൈറുവിക് ആസിഡ് ടു അസറ്റൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ അല്ലേ? ആ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നമുക്ക് ATP ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അവിടെ എന്താ കിട്ടുന്നത്? NADH2 ആണ് കിട്ടുന്നത്. അപ്പോൾ അതുമല്ല. സോ ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം.
അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ പഠിച്ചിട്ടില്ലേ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഡ്യൂ ടു ദ ഓക്സിഡേഷൻ ഓഫ് NaDH2 and FeDH2 result in the releasing of electrons. These electron moves through the electron transport system from one carrier to another carrier. About in the releasing energy releasing with the help of that energy, what will happen? ADP converted into ATP. So maximum number of ATP for one molecule of glucose is produced in which process? Electron transport system. Next question. In glycolysis, during oxidation, electrons are removed by. Glycolysis ഒരു ലൈക്ക് എന്താ പറയുക, ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്നത് ഏത് പ്രോസസ്സിൽ ആണെന്ന് അറിയോ? ഏത് പ്രോസസ്സിലാണ്? എന്നാലും നമുക്ക് ആരാ റിമൂവ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഇല്ലേ, ആ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഇലക്ട്രോൺസിനെ ആര് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? NAD+. ഇതിന് NAD+ എന്തായിട്ട് മാറും? NADH2. സോ ആരാണ് ഇലക്ട്രോണെ റിമൂവ് ചെയ്യുന്നത്? NAD+ അല്ലേ. ഇലക്ട്രോണെ എവിടെ നിന്നാണ് റിമൂവ് ചെയ്യുന്നത്? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഇലക്ട്രോണെ റിമൂവ് ചെയ്തിട്ട് NAD+ എന്തായിട്ട് മാറും? NADH2 ആയിട്ട് മാറും. സോ ദ ഓപ്ഷൻ ഇസ് C. നെക്സ്റ്റ് വൺ. In which one of the following do the two names refer to one and the same thing? എന്താണ് ക്വസ്റ്റിന്റെ മീനിങ്? ഇവിടെ തന്നിട്ടുള്ള 4 ഓപ്ഷൻസ്. ഇതിൽ ഒരാൾക്ക് ഒരേ 2 പേരുണ്ട്, ഒരേ ഒരു പ്രോസസ്, അയാൾക്ക് എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഏതാ നോക്കാം. ക്രെബ്സ് സൈക്കിൾ ആൻഡ് കാൽവിൻ സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലേ. കാൽവിൻ സൈക്കിൾ എന്ന് വെച്ചാലോ C3 സൈക്കിൾ ആണ്. രണ്ടും ഒരേ പ്രോസസ് ആണോ? അല്ല, രണ്ടും ഡിഫറെന്റ് പ്രോസസ് ആണ്. ഓപ്ഷൻ ബി നോക്കിക്കേ. ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ആൻഡ് സിട്രിക് ആസിഡ് സൈക്കിൾ. ട്രൈകാർബോക്സിലിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിട്രിക് ആസിഡ് സൈക്കിൾ തന്നെയാണ്. സോ രണ്ടുപേരുടെയും സെയിം നെയിം ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിളിനെ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് സിട്രിക് ആസിഡ് ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് ട്രൈകാർബോക്സിലിക് ആസിഡ്. അതുകൊണ്ടാണ് സിട്രിക് ആസിഡിനെ എന്ത് വിളിക്കുന്നത്? ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. സിട്രിക് ആസിഡ് സൈക്കിളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രെബ്സ് സൈക്കിൾ. ഇവിടെ കൊടുത്ത ക്രെബ്സ് സൈക്കിൾ ഇല്ലേ, അതും ആരുടെ അനദർ നെയിമാണ്? സിട്രിക് ആസിഡ് സൈക്കിളിന്റെ അനദർ നെയിമാണ്. ബിക്കോസ് ദ സിട്രിക് ആസിഡ് സൈക്കിൾ വാസ് ഡിസ്കവേർഡ് ബൈ ഹാൻസ് ക്രെബ്സ്. So the option is B. Next question. How many molecules of ATP are produced by aerobic oxidation of one molecule of glucose? One molecule of glucose എത്ര മോളിക്യൂൾ ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്ക് ലൈക്ക് ആൻസർ ബൈ ഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ് ഏതാണ്? ഫസ്റ്റ് പ്രോസസ് ഗ്ലൈക്കോളിസിസ് produce how many ATP? Glycolysis produce how many ATP? Glycolysis produce 8 ATP. The next one is oxidative decarboxylation. Produce how many molecule of ATP? 6 molecule of ATP. Then our citric acid cycle produce how many molecule of ATP? 24 molecule of ATP. So the total is 38 molecule of ATP. So 1 molecule of glucose ആദ്യം എൻ്റർ ചെയ്യുന്ന ഏത് പ്രോസസ്സിലോട്ടാണ്? ഗ്ലൈക്കോളിസിസ്. അവിടെ എത്ര ATP കിട്ടി? 8 മോളിക്യൂൾ ATP കിട്ടി. ദെൻ എന്തിലോട്ട് മൂവ് ചെയ്യും? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ. അവിടെ എത്ര ATP കിട്ടി? 6 മോളിക്യൂൾ. പിന്നെ എങ്ങോട്ട് മൂവ് ചെയ്യും? സിട്രിക് ആസിഡ് സൈക്കിൾ. അവിടെ നിന്ന് 24 മോളിക്യൂൾ ഓഫ് ATP. ടോട്ടൽ നമുക്ക് എത്ര ATP കിട്ടി? 38 മോളിക്യൂൾ ഓഫ് ATP. ആ മൂവ്മെന്റ് അറിയാലോ. എങ്ങനെയാണ് മൂവ്മെന്റ് വരിക? ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് പാത്വേയിലൂടെ കടന്നു പോകുന്ന സമയത്ത് 2 മോളിക്യൂൾ ഓഫ് പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. പൈറുവിക് ആസിഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനോട്ട് എൻ്റർ ചെയ്തിട്ട് അവിടുന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അസറ്റൈൽ കോഎൻസൈം എ പ്രൊഡ്യൂസ് ചെയ്യും. ഈ അസറ്റൈൽ കോഎൻസൈം എ ആണ് എവിടേക്ക് മൂവ് ചെയ്യുന്നത്? സിട്രിക് ആസിഡ് സൈക്കിളിലോട്ട് മൂവ് ചെയ്യുന്നത്. സോ ഫൈനലി ഈ ഒരു 3 പ്രോസസ് കഴിയുമ്പോൾ ഫ്രം 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് വി വിൽ ഒബ്റ്റെയിൻ 38 മോളിക്യൂൾ ഓഫ് ATP. നെക്സ്റ്റ് വൺ. ഇൻ Krebs cycle the FAD precipitates as electron acceptor during the conversion of. നമ്മുടെ Krebs cycle ഏത് പ്രോസസ്സിലാണ് FAD precipitate as an electron acceptor during the conversion? എപ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്? നമ്മുടെ FAD എന്തായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്? FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഏത് സ്റ്റെപ്പിലാണ് FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്?
Yeah, no doubt. Succinic acid to fumaric acid. Next question. The end product of fermentation are O2 and C2H5OH. C2H5OH means that is ethanol. Then CO2 and acetaldehyde, CO2 and O2, CO2 and C2H5OH. നമ്മുടെ എത്തനോൾ ഫെർമെന്റേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്തനോൾ ഫെർമെന്റേഷനിൽ പൈറുവിക് ആസിഡ് അണ്ടർ അനേറോബിക് കണ്ടീഷനിൽ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എത്തനോൾ. C2H5OH represent ethanol. So the answer is D. Okay, thank you.